ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? നമുക്കിവിടെ സുഖമാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? ഇന്നലെ ഇവിടെ മഴ പെയ്തു കേട്ടോ. നല്ലൊരു മഴ പെയ്തു. ഭയങ്കര ഇടിയും മഴയും ഒക്കെ. അങ്ങോട്ടൊക്കെ എല്ലായിടത്തും മഴയൊക്കെ പെയ്ത പോലും മിക്ക സ്ഥലത്തും പെയ്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇന്ന് നമുക്കൊരു മാങ്ങാപ്പച്ചടി വെച്ചാലോ? തൈരില്ലാതെ മാങ്ങാപ്പച്ചടി. അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരുന്നത്. ഞാൻ ഉച്ചത്തെ ചോറിന് വേണ്ടി എടുത്തപ്പോൾ 2 മാങ്ങ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയാലോ നോർത്ത്. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാം, എന്നിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് പോയി വെക്കാം. അപ്പോൾ എൻ്റെ കൂടെ വാട്ടോ. അപ്പം ചീഞ്ചിട്ടി വെച്ച് ചൂടായി, എണ്ണ ഒഴിക്കാം നമുക്ക്. എണ്ണ ചൂടാവട്ടെ. അയ്യോ അടപ്പ്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം. ഒരു 2 തേങ്ങ എത്രയേ ഉള്ളൂ കേട്ടോ. ഉലുവ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചു. പിന്നെ കുറച്ച് ജീരകം കേട്ടോ. ജീരകം, കുറച്ച് ഉള്ളി, ഉള്ളി ഒന്ന് ഇതാവട്ടെ, വാടിയൊക്കെ. അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില, പിന്നെ 2 പത്തൽമുളക്. പച്ചമുളക് ഇടുന്നതാണ് നല്ലത്. പച്ചമുളക് നമ്മുടെ തീർന്നു പോയി. 2 കരിമുളക്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളർ പോലെ ആയിട്ടോ. ചെറിയുള്ളിയാണ്, മുറിച്ചിട്ടില്ല. നമുക്ക് ചെറുതാവും, മുറിക്കേണ്ടതൊന്നുമില്ല. അങ്ങനെ തന്നെ കിടക്കട്ടെ. വേണ്ടുന്നവർക്ക് മുറിച്ചിടാം കേട്ടോ. നമുക്ക് ചെറുതാണ്, അതുകൊണ്ടാണ് മുറിക്കാത്ത കേട്ടോ. ഇപ്പം ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. തീ കുറച്ച് വെച്ചേക്കണേ. 1 സ്പൂണ് മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി 1 സ്പൂണ്. എന്നിട്ട് ശരിക്കും ഇളക്കാം. ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ഇങ്ങനെ അരിയണം കേട്ടോ. ഈ ഇതിലേക്കില്ല മാങ്ങ. നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിടാം. മാങ്ങയല്ലേ, പുളിയൊക്കെയാണ്. ആവശ്യത്തിന് ഉപ്പിടുക. നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ലേശം ഇടണം. കുറച്ച് മതി കേട്ടോ കായപ്പൊടി. ഇനി ഇത് നമുക്ക് ശരിക്കും ഇളക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണേ. നമ്മൾ തീ കുറച്ച് വെച്ചേക്കും കേട്ടോ.
തീ കൂട്ടി വെക്കാം. ഒന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ മാങ്ങയെല്ലാം ചൂടായി. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട താരത്തിനിടാം കുറച്ച് വെള്ളം. എരിവും പുളിയും എല്ലാം ഒന്ന് ഇടാറുണ്ട്. സാധാരണ തൈരല്ലേ പച്ചടി, നമ്മൾ തൈരിടാതെ മാങ്ങാ പച്ചടി എടുക്കണം. അങ്ങനെയാന്ന് കാണിച്ചത്. ആവട്ടെ. അപ്പം നമ്മുടെ മാങ്ങാപ്പച്ചടി റെഡിയായി കേട്ടോ. നോക്കട്ടെ. ഇവിടെ പുളിയും ആ മധുരവും എരിവും എല്ലാം മാനേജ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. കൂട്ടി കാണിച്ചു തരാം എൻ്റെ വീട്ടുകാരെ. തീ ഓഫാക്കി നമുക്കിതൊന്ന് വാങ്ങാം. അപ്പോൾ ഇതേണ്ട നല്ല അടിപൊളി കറിയാട്ടോ. അപ്പം നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സത്യം പറയാറ് ഞാൻ ആദ്യമായിട്ടും കൂട്ടുന്ന കേട്ടോ. മമ്മി ഇങ്ങനെ പറഞ്ഞു തന്നപ്പം ഞാൻ വെച്ചതാണ്. അപ്പം ആദ്യമായിട്ടും കൂട്ടുന്ന നോക്കാം നമുക്ക്. എരിവും പുളിയും മധുരമെല്ലാം നല്ല അടിപൊളിയാട്ടോ. ഇത്ര സൂപ്പറാന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വലിയ പ്ലേറ്റ് നിറച്ച് ചോറ് തിന്നാം ഇതുണ്ടാക്കിയാലും. ഒരു ഉണക്കമീൻ്റെ കഷ്ണം കൂടി ഉണ്ട്. സൂപ്പർ, നല്ല അടിപൊളി കറിയാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതേപോലെ വെച്ച് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 മാങ്ങയും കൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. നല്ല ടേസ്റ്റാണ്. നല്ല പെട്ടെന്ന് പരിപാടി കഴിയും. വേറെ ഒന്നും വലിയ സാധനങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ തന്നെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ വിടണം കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം. ബായ്.